ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായി നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അറിവ് എന്ന് പറയുന്നത് ഒരു കടല് പോലെ നമ്മൾ പഠിച്ചാലും തീരാത്ത ഒരു വലിയ ഏരിയയാണ്. കൂടുതൽ നമ്മൾ ഡിഗ് ചെയ്ത് കൂടുതൽ നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചതൊന്നും ഒന്നും ആയില്ലല്ലോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. വീണ്ടും വീണ്ടും പഠിക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും അറിവില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അറിവുകൾ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ അറിവുകൾ നമുക്ക് കൂടും. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്പൈൻ സ്റ്റഡികൾ നടത്താറുണ്ട്. നമ്മുടെ കൂട്ടുകാരിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ നമ്മൾ പ്രാപ്തനാവുക. നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠിക്കും എന്നുള്ളതാണ്. നമ്മൾ സ്വയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ പിശുക്ക് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോ തെറാപ്പികളെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സീരീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ വെബിനാറുകൾ നമ്മൾ നടത്താറുണ്ട്. NPD-യുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സെഷനുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള ഒരു പദമായി, ഒരു വേർഡായി, ഒരു വാക്യമായി ലേണിംഗ് ഡിസബിലിറ്റി ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ LD എന്നൊക്കെ പറയുന്നത് പല രക്ഷിതാക്കൾക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് മിക്ക ആളുകളും, ഈവൻ രക്ഷിതാക്കൾ വരെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന വാക്കോ അതല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളോ ഒക്കെ പഠിക്കുകയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മറ്റു പഴയ കാലത്തിൽ നിന്നും വിഭിന്നമായിട്ട് കൂടുതൽ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ പോലും എന്താണ് LD എന്ന്, അതല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നും, അതല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരുടെ ആ ഒരു പഠന വൈകല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് 10 ദിവസത്തെ സൗജന്യ റെമഡിയേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. അതിലൂടെ LD ഉള്ള ഒത്തിരി കുട്ടികളെ നമുക്ക് അവരുടെ ആ ഒരു പ്രയാസത്തെ, അവരുടെ ഒരു ബുദ്ധിമുട്ടിനെ, അവരുടെ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന ഒത്തിരി ആളുകൾക്ക് ആ ഒരു കോഴ്സ് ഉപകാരപ്പെടുകയും അവരുടെ മക്കൾക്കും അതേപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾക്കും അത് പരിഹാരമാകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രശ്നങ്ങളോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവര് നേരിടുന്ന ഇമോഷണൽ വെല്ലുവിളികൾ, ഇമോഷണൽ സ്ട്രെസ്സുകളാകാം, ഇമോഷണലി അവർ അനുഭവിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള ഇമോഷണൽ ചാലഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഇമോഷണൽ ചാലഞ്ചസ് ആണ് നേരിടുന്നത്, അങ്ങനെ നേരിടുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാം, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമായിട്ടുള്ള
വർഷ മാം ആണ്. വർഷ മാം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നേരത്തെ കൈകാര്യം ചെയ്തത് കൊണ്ട് തന്നെ ആവശ്യമില്ല. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സിന് നേതൃത്വം വഹിക്കുന്നത് വർഷ മാം ആണ്. വർഷ മാമിന്റെ കീഴിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകൾ, ABA തെറാപ്പി, പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നമ്മൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തവരുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും പാർട്ടിസിപ്പൻസിനും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വർഷ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാമിന്റെ വീട്ടില് അവിടെ ഒരു കറണ്ടിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അവിടെ എന്തോ ട്രാൻസ്ഫോമർ എന്തോ കത്തിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മാം. അപ്പൊ എന്തായാലും മാം സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഷൻ ലീഡ് ചെയ്യും. വീഡിയോയിൽ വരാൻ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ വരും, അതല്ലെങ്കിൽ ഓഡിയോയിലായിരിക്കും നമ്മളോട് സംസാരിക്കുക. അപ്പൊ മാമിനെ വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാമിനെ ഞാൻ മൈക്ക് കൈമാറുന്നു. വർഷ മാം, പ്ലീസ്. Okay, thank you, sir. വെൽക്കം. Hi all, good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. So ഇന്ന് നമ്മള് good evening. Okay. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികള് അവര് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ചാലഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റുമല്ലോ ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ എത്ര ടൈപ്സ് ആണ് ഉള്ളതെന്നൊക്കെ. ഇല്ലേ? LD എന്താന്ന് അറിയോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് മിക്ക ആളുകൾക്കും അല്ലെ, നേരത്തെ കുറച്ച് നാൾക്ക് മുന്നേ വരെ LD എന്താന്ന് വെച്ചാൽ അത് ചിലപ്പോ ആർക്കും അറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചുറ്റും കാണുന്ന കുട്ടികളും ഒക്കെ തന്നെയും ഉള്ളൊരു പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത്. അപ്പോ ഫൈസൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാ പാരന്റ്സും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞ് അല്ലെ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഒരിടക്ക് വരെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടികളുടെ കേസസ് വരുമ്പോൾ അതിലുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ലേണിംഗ് ഡിസബിലിറ്റി മാത്രമല്ല, കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ആൻസൈറ്റി വരുന്നതുണ്ട്. അതല്ലാതെ ഈ ചെറിയ ഏജിൽ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വളർത്തി അങ്ങനെയുള്ള പ്രശ്നങ്ങള്, അതുപോലെ സൂയിസൈഡൽ ടെൻഡൻസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ലേണിംഗ് ഡിസബിലിറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ചാലഞ്ചസ് ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഔട്ട്ലൈൻ പറയാണ്. ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ പഠന വൈകല്യം എന്നാണ് പറയാ. എന്നുവെച്ചാൽ സാധാരണയായിട്ടുള്ള ബുദ്ധി ഉണ്ടായിട്ടും അല്ലെ ഇന്റലിജൻസ് അഫക്ട് ചെയ്യുന്നില്ല, അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. എന്നിട്ടും വരുന്ന ഒന്നാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ 3 ടൈപ്സ് ആണ് വരുന്നത്: ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. അത് മാത്രമല്ല, നമ്മൾ കോംപ്രിഹെൻഷൻ ചെയ്യുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു കേസ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്ന് വെച്ചാൽ ഓരോ ഡിസബിലിറ്റിയുടെ ഒരു കേസ് പറഞ്ഞിട്ട് നമുക്ക് ചാലഞ്ചസിലേക്ക് പോവാം. അപ്പൊ ഇതില് ഒരു കുട്ടിയെ, ഡിസ്ലെക്സി ആയിട്ടുള്ള ഒരു കുട്ടി, അപ്പൊ ആള് അസസ്മെന്റിന് വന്ന സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെയാ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിപ്പിച്ച് നോക്കും. ഓക്കെ, എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? അപ്പൊ ചില ആളുകൾ എന്ത് പറ്റുന്ന വെച്ചാൽ അത് മാത്രം ചെയ്തിട്ട് മറന്നു. എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ മാത്രം. നമ്മളിപ്പോ വേർഡ്സ് ഇങ്ങനെ ഡിക്റ്റേഷൻ പോലെ എടുക്കും, ചിലപ്പോൾ സെന്റൻസ് റീഡ് ചെയ്യാൻ പറയും, അത്രേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് കോംപ്രിഹെൻഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അസസ്മെന്റിന് വരുന്ന സമയത്തെ അവരോട് നമ്മൾ പറയും, നമ്മളൊരു സ്റ്റോറി വായിച്ചു കൊടുക്കും. അതല്ല എന്നാണെങ്കിൽ
അവരോട് തന്നെ ഒരു സ്റ്റോറി വായിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ സമ്മറി നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അതുപോലെ ഒരു കുട്ടി വന്ന സമയത്ത് അവളോട് നമ്മളിങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തു. സ്റ്റോറി പറഞ്ഞു കൊടുത്തതിന് ശേഷം ആൾ ആക്ച്വലി ആ ഒരു സ്റ്റോറീനെ അങ്ങനെ തന്നെ മാറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ സ്റ്റോറി ഇങ്ങനെയായിരുന്നു. ഓൾറെഡി എന്റെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സിലുള്ള സ്റ്റുഡൻസിനോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ അവരിതിലുണ്ടെങ്കിൽ ജസ്റ്റ് കേൾക്കാം. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പൊ ഇതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ആൾക്ക് ബാക്കി അത്യാവശ്യം ആള് വായിക്കുന്നൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് ആള് വായിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റോറി വായിക്കുന്ന സമയത്തെ, ഇപ്പൊ സ്റ്റോറി ഒരു കർഷകന്റെ ഒരു സ്റ്റോറി ആയിരുന്നു. ഒരു ദിവസം ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അപ്പൊ ആള് രാവിലെ ഇങ്ങനെ പാടത്ത് പോവും. അപ്പൊ ആളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ അവിടെ തൊട്ടിലിൽ കിടത്തിയിട്ടാണ് ആള് രാവിലെ പോവാ. അപ്പൊ കുഞ്ഞൊറ്റയ്ക്കല്ലേ, അപ്പൊ കുഞ്ഞൊറ്റയ്ക്കായത് കാരണം അവിടെ ആളുടെ വീട്ടില് കാവലായിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പട്ടി കാവല് നിന്നിട്ടാണ് ഇയാളെപ്പോഴും രാവിലെ പാടത്ത് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോഴേക്കും ഈ പട്ടിയുടെ വായിൽ ഫുള്ള് പിന്നെ ബ്ലഡ് കണ്ടു. അങ്ങനെ കർഷകൻ കരുതി ഈ പട്ടി കുഞ്ഞിനെ ആക്രമിച്ചതായിരിക്കും എന്ന് കരുതി പട്ടീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ കുഞ്ഞ് ഓക്കെയാണ്. അടുത്തൊരു പാമ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റോറി ബുക്കിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു ആ സ്റ്റോറി. അപ്പൊ ഇത് വായിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്നുവെച്ചാ ജസ്റ്റ് തീർന്നു. ആളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആളുടെ ഒരു മൊത്തത്തിൽ ആളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികളില്ലേ, നമ്മളിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെയാ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കും, ഇങ്ങോട്ട് നോക്കിയിരിക്കും, ചിലപ്പോ ഫാന് കറങ്ങാൻ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഒച്ച കേട്ടാൽ മതി അപ്പൊ തന്നെ അതെന്താന്ന് അന്വേഷിച്ചു പോകും. പക്ഷെ ഇവിടെ ഈ കുട്ടി കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ പറയുമ്പോ ഇങ്ങനെ തലയൊക്കെ ആട്ടി അങ്ങനെയാണ് ഇരുന്നിരുന്നത്. എന്നിട്ട് ഞാൻ ഈ സ്റ്റോറിയുടെ സമ്മറി ഒന്ന് ചോദിച്ചു. അപ്പൊ സമ്മറി ചോദിച്ചപ്പോഴത്തേക്കും ആള് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകനെ കിട്ടി. ഒരു ദിവസം ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അപ്പോ പട്ടി തൊട്ടിലില് കിടത്തിയിട്ട് കർഷകൻ പോയി. എവിടെ പോയി? പാടത്ത് പോയി. അപ്പൊ ഓക്കെ. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു കുട്ടീനെ കാവല് നിർത്തി. എന്നിട്ട് കുട്ടീനെ അവിടെ പാമ്പ് കടിച്ചു. എന്നിട്ട് പട്ടി പുറത്തേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്നു. എന്ന് വെച്ചാൽ സ്റ്റോറി എൻറ്റയർലി മാറ്റിയിട്ടാണ് ആള് പറഞ്ഞത്. അപ്പൊ ആള് നമ്മൾ പുറമേ നോക്കുമ്പോ എങ്ങനെയാ ആളെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരു പുറമേ നോക്കുന്ന ഒരാൾക്കൊരു ആള് ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് പോലും തോന്നില്ല. ആ രീതിയിലാണ് ഇതെന്ന് വെച്ചാൽ. പക്ഷെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യം സമ്മറൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അതും ഡിസ്ലെക്സിയന്റെ ഒരു അസസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ ഈ അസസ്മെന്റ് നടക്കുന്ന സമയം ആളത് ഇങ്ങനെ മാറ്റി പറഞ്ഞെങ്കിലും നമ്മൾ അതിൽ ഒരു ഇതും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് മുഖം ചുളുക്കിയിട്ട് ഇങ്ങനെയാണ് ഈ കഥയുള്ളത്, ഇത് തെറ്റല്ലേ, അല്ലെങ്കിൽ കളിയാക്കി ഉള്ളൊരു സംസാരം ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. സെയിം ഈ കുട്ടി വീട്ടില് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇതുപോലെ ഇടയ്ക്ക് മാറ്റി പറയും. അപ്പൊ മാറ്റി പറയുന്ന സമയം ആളുടെ വീട്ടില് അമ്മയും അച്ഛനൊക്കെ കൂടി ഭയങ്കരമായിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കി കളിയാക്കി പതുക്കെ ഇയാളുടെ ചിരിയൊക്കെ മാഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ നേരത്തെ ഭയങ്കര എല്ലാവരോടും സംസാരിച്ച് കളിച്ചിരിച്ച് നടക്കുന്ന ആള് പിന്നെ അധികം ചിരിക്കുന്നൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോ നോക്കിയാലും ഇങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും കളിയാക്കും. അപ്പൊ അവര് അതിങ്ങനെ അത് ശരിയാക്കണം എന്നുള്ളതല്ല, പകരം കളിയാക്കലായിരുന്നു കൂടുതലായിട്ട് വന്നത്. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് ഡിസ്ലെക്സി ഉണ്ട്, അക്കാഡമിക്കലി ആൾക്ക് പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അധികം നോക്കാത്തൊരു കാര്യമാണ് അവര് ഫേസ് ചെയ്ത ആ ഒരു ഇഷ്യൂ അല്ലെ. അവര് ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷണൽ പ്രശ്നമാണ്. മറ്റുള്ളവര് നമ്മളെ ജഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കളിയാക്കാണ്, അപ്പൊ ഞാൻ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയുള്ള ഫീലൊക്കെ ഇവരെ സംബന്ധിച്ച് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയണേ? Yes, ma'am. ഓക്കെ, അപ്പോ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ ഡിസ്കാൽക്കുലി ആണെങ്കിലും ഡിസ്ഗ്രാഫിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഡിസ്കാൽക്കുലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സാധാരണ എങ്ങനെയാ നമ്മള് മാത്സിന്റെ ഇത് വെച്ചിട്ടായിരിക്കും നോക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ അഡീഷൻ ഇട്ട് കൊടുത്തു ചെയ്തില്ല, സബ്ട്രാക്ഷൻ ഇട്ട് കൊടുത്തു ചെയ്തില്ല, അല്ലെങ്കിൽ ആളുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു പക്ഷെ ആള് ചെയ്യുന്നില്ല, അപ്പൊ അത് ഓക്കെ. പക്ഷെ ഇതിന്റെ വേറൊരു വേർഷൻ എങ്ങനെയാണെന്ന് അറിയും. ഒരു ദിവസം ഒരു പാരന്റ് വന്നിട്ട് പറയാ ആളുടെ കുട്ടി
മിക്കപ്പോഴും ഈ റോഡ് ക്രോസ് ചെയ്യുന്ന നേരത്ത് വണ്ടി വരുന്ന സമയത്താണ് ആളെ റോട്ടിലേക്ക് എടുത്ത് ചാടുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോ ഫാമിലിയിൽ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതെന്ത് പറ്റി, എന്റെ മോളെന്താ അങ്ങനെ ചെയ്യണേ, കറക്റ്റ് വണ്ടി വരുമ്പോഴത്തേക്കും ആൾ ഇതിനെ റോട്ടിലേക്ക് പോകുന്നേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അതില് വന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഡിസ്കാൽക്കുലി ഉണ്ട്. അപ്പൊ ഡിസ്കാൽക്കുലി എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസ്കാൽക്കുലി എന്താ മാത്സിൽ അല്ലെ, കാൽക്കുലേഷൻസിലൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതില് ആൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം നമ്മൾ സാധാരണ എങ്ങനെയാ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റൈറ്റിലേക്ക് നോക്കും, ലെഫ്റ്റിലേക്ക് നോക്കും, എന്നിട്ട് വണ്ടി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, എവിടെ കൂടിയാ വണ്ടി വരണം, അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് എങ്ങനെയാണ്, ഞാൻ ഇപ്പൊ ക്രോസ് ചെയ്താൽ ഞാൻ അപ്പുറത്ത് എത്തോ, അല്ലെങ്കിൽ വണ്ടിന്റെ അടുത്ത് എത്താറായോ, ദൂരെ ആണോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷെ ഡിസ്കാൽക്കുലി ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു വണ്ടി വന്നാലും അത് എന്തോരം സ്പീഡിലാണ് വരണേ, അപ്പൊ എത്ര സ്പീഡിലൊന്നും നമ്മൾ ഇടിക്കും, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം അവർക്ക് സ്പേഷ്യൽ അവയർനെസ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയം ആൾക്ക് എന്താ പറ്റുക, ആള് തന്നെ റോഡ് ക്രോസ് ചെയ്യും. അപ്പൊ ചിലപ്പോ വീട്ടുകാര് കളിയാക്കും, ഇത്രയും വലുതായാലും 5ാം ക്ലാസ്സിലായി എന്നിട്ടും റോഡ് ക്രോസ് ചെയ്യാൻ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവര് എനിക്കറിയാം ക്രോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് അവർക്ക് ഇത് ഒന്നാമത് അറിയില്ല എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴേക്കും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ്. മ്യൂട്ട് ചെയ്യാമോ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഈ കുട്ടികള് ഉള്ള പ്രശ്നം എന്താ, ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം എപ്പോഴും ആക്സിഡൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇവർക്ക് തന്നെ അത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇനി റോഡിൽ വരുന്ന വണ്ടിയുടെ സ്പീഡ് മനസ്സിലാവാത്തോണ്ടാണോ എന്ന് അവർക്ക് തന്നെ അത് അറിയാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം അവർ വിചാരിക്കും ഇതെന്താ എന്നെ എപ്പോഴും വണ്ടി ഇടിക്കാൻ വരണേ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും അവർക്ക് കൂടുതൽ ഉണ്ടാവുക. കാരണം അവർക്ക് അതിന്റെ കോസ് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഇത് മാത്രമല്ല, ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ എന്തുണ്ടാവാറുണ്ട്, ഇതുപോലെ LD ഉള്ള കുട്ടികൾക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണ നമ്മൾ LDയിലും കൂടുതൽ എവിടെയായിരിക്കും ഫോക്കസ് ചെയ്യുക, ഒരു അക്കാഡമിക് സൈഡ് ആയിരിക്കും നമ്മൾ കൂടുതൽ നോക്കുക അല്ലെ, പഠനകാര്യമായിട്ട് ബന്ധപ്പെട്ടത് ആയിരിക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് എവിടെ, നമ്മുടെ ഇമോഷണൽ സൈഡ്. അപ്പൊ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവര് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഏതാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. കാരണം അവരിങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി, ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ് വരെ വലിയ പ്രശ്നമില്ല, 5ാം ക്ലാസ്സിലായപ്പോ തുടങ്ങി ആളിങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴേക്ക് ചുറ്റുമുള്ള കുട്ടികൾ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചറിനോട് നിന്ന് എപ്പോഴും വഴക്ക് കേട്ടോണ്ടിരിക്കുക. അവരൊക്കെ നോക്കുമ്പോഴേക്കും ഇപ്പൊ 4ാം ക്ലാസ് വരെ ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള കുട്ടികളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആളെ സംബന്ധിച്ച് ആൾക്കത് പറ്റുന്നില്ല. ആളെ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും ആളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഇതിങ്ങനെ ഒന്നല്ല രണ്ടല്ല കുറച്ചു ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ഈ വരുന്ന സമയത്ത് ആളുടെ മനസ്സിലേക്ക് വരുന്ന എന്താ, ഞാനൊരു ഫെയിലിയർ ആണ് അല്ലെ, എന്നെ കൊണ്ട് ആർക്കൊരു ഉപകാരമില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിനി എനിക്ക് ഒട്ടും കഴിവില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത എന്നുള്ളൊരു ഫീൽ ഇവർക്ക് ആ ഒരു സമയത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ പലപ്പോഴും ഇവർ ഈ തോന്നുന്ന കാര്യങ്ങളില്ലേ, ഇവർക്ക് സങ്കടം ഉണ്ടാവും, അതുപോലെ ഇവർക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഇവരിത് കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുമെന്ന് ചോദിച്ചാൽ അതങ്ങനെ പറയില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ LD ഉള്ള കുട്ടികളോട് എന്ത് ചോദിച്ചാലും അക്കാഡമിക് സൈഡ് നമ്മൾ റെമഡിയേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അത് കേട്ടിരിക്കും, അതിൽ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒരു
ഇമോഷണൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവർ അവരുടെ ഫീലിങ്സ് പുറത്തേക്ക് പറയാറില്ല. അത് അവരുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതല്ല അവർ പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബിലീഫ് ഇല്ലേ, എന്താണോ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ പ്രോബ്ലം, അതിനെ അവർ തുറന്നു പറയില്ല. പകരം അവരെന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും പറയാ. ചിലപ്പോ പറയും, ഈ സ്കൂളിലൊക്കെ പോയിട്ട് എന്തിനാ, വെറുതെ സ്കൂളിൽ പോയിട്ട്, എനിക്ക് ഇഷ്ടമൊന്നുമല്ല സ്കൂളിൽ പോകാൻ, എനിക്ക് ആ ടീച്ചറിനെ കാണുന്ന ഇഷ്ടമല്ല, എന്തിനാണ് ഈ സ്കൂളിലൊക്കെ പോയിട്ട്, ഇങ്ങനെ ആയിരിക്കും പുറത്ത് പറയാം. അപ്പൊ ആളുകൾ എന്താ വിചാരിക്കുക, ഈ ഈ കൊച്ചു എന്തൊക്കെ ഈ വർത്താനം പറയണേ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളത്, അങ്ങനെയല്ലേ നമ്മൾ കരുതാ. ഇവൻ ഒട്ടും സ്കൂൾ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, കുറച്ചാൾ കഴിഞ്ഞ് ഇവന്റെ ഭാവി പോകുമ്പോഴത്തേക്ക് ഇവൻ അറിയാം എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മള് പറയാം. പക്ഷെ ആള് പുറത്തേക്ക് ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും ആളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് മേക്ക് ചെയ്യാനുള്ള ഒരു ഫിയർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ അവര് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു സൈഡ് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിന്റെ ബിലീഫ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോറായിട്ട് ഉള്ളൊരു പ്രശ്നം എന്താന്നുള്ളത് നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ട് സ്കൂള് ബോറിംഗ് ആണ്, രസമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും ഇല്ലേ. അതിന് നമ്മൾ ദേഷ്യപ്പെടും, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനത്തെ വർത്തമാനം പറയാൻ പാടില്ല, ടീച്ചേഴ്സിന് ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും, പാരന്റ്സ് ഇങ്ങനെ പറയുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കും പറയാം, പക്ഷെ അതിന്റെ കോർ കോസ് എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ചോദിച്ചാലും ചില സമയങ്ങളിൽ അവരത് നമ്മളോട് പറയാനായിട്ട് അങ്ങനെ പറയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ വേറെ രീതിയിലൂടെയൊക്കെ ചോദിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് അതിനൊരു ആൻസർ കിട്ടുക. ചില സമയത്ത് അവര് പറയും, എനിക്ക് എന്താ മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യേനി, എനിക്ക് മതിയായി എന്നൊക്കെ പറയുമ്പോ അവരുടെ ഉള്ളില് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, എന്റെ വീടിനടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നേ. അപ്പൊ അവള് പറയുന്ന കാര്യം എന്താണെന്നറിയോ, അവൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പൊ LD അസസ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് അറിയാം ഓൾറെഡി ആൾക്ക് LD ഉണ്ടെന്ന്, ആളുടെ ബുക്കൊക്കെ കണ്ടിട്ടും ആളുടെ എല്ലാം മൊത്തത്തിൽ നമുക്ക് അറിയാം. പക്ഷെ അവരുടെ പാരന്റ്സ് ഈ അസസ്മെന്റ് ചെയ്യാനൊന്നും അവര് റെഡി അല്ലായിരുന്നു. ഓക്കെ, കാരണം അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതും റെമഡിയേഷൻ എടുക്കുന്നതും അസസ്മെന്റ് എടുക്കുന്നതും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവരത് ആ രീതിയിലാണ് മനസ്സിലാക്കി കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പോ ഇങ്ങനെ വന്നപ്പോഴേക്കേ ഈ കുട്ടി തന്നെ വന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആള് 7th പഠിക്കണേ. ആളെന്നെ വന്നിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, അതെ അപ്പൊ ഞാൻ എന്ത് പറ്റി, എന്താണ് രാവിലെ എന്നാ വന്നേക്കണേ പറഞ്ഞേ. അതെ ചേച്ചി, എനിക്കൊരു സംശയമുണ്ട്. എന്ത് പറ്റി, എന്താ കാര്യം? എനിക്ക് എന്നെ കണ്ടുപിടിച്ച എന്റെ പ്രശ്നം എന്താന്ന്. ഞാൻ പറഞ്ഞു, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ലേണിംഗ് ഡിസബിലിറ്റി ആണ്? ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കി. ഞാൻ യൂട്യൂബിൽ ഞാൻ എന്താ എടുത്ത് നോക്കിയാ, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. എന്നിട്ട് ഞാൻ ഗൂഗിളിലും പോയി സെർച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു, എങ്ങനെ സെർച്ച് ചെയ്തു? എനിക്കുള്ള പ്രശ്നമൊക്കെ വെച്ച് സെർച്ച് ചെയ്തു. അപ്പൊ അവരെന്നോട് പറഞ്ഞു എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന്. ഇതെന്റെ വീട്ടുകാരോടൊന്ന് പറയുമോ? എന്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞിട്ടെ, എനിക്കിതാണ് പ്രശ്നം, ഇതിന് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറയോ? അവരെന്നെ ഏത് ട്യൂഷൻ ക്ലാസ്സിലാക്കണം, ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ് എവിടെയാണ് എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഠിക്കണമെന്നുണ്ട്, ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് പഠിക്കാൻ. പക്ഷെ ഞാൻ ബുക്ക് നോക്കും, വായിക്കും, പക്ഷെ അത് കഴിയുമ്പോ എനിക്കിത് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, എഴുതുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ. ഞാൻ ബോർഡൊക്കെ നോക്കി എഴുതുന്നുണ്ട്, ഞാൻ എഴുതി വരുമ്പോഴേക്കും ചിലപ്പോൾ ടീച്ചർ അത് മായ്ച്ചു കഴിയും. അപ്പൊ എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എത്ര ശ്രദ്ധിച്ച് എഴുതിയിട്ട് എനിക്ക് ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. അവരെന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാ, അവരുടെ പ്രശ്നം അവരെന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടാ പറഞ്ഞത്. ചില സമയത്ത് പാരന്റ്സിന് അതിന് ടൈം ഇല്ലെങ്കിലും കുട്ടികൾ തന്നെ ഇപ്പോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വരാണ്. അപ്പൊ ഈ കുട്ടിയും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവരെന്നെ അത് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന കുട്ടികൾ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളത്. കാരണം അവരത് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആ ഇൻസൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ശ്രദ്ധയിലായിരിക്കും റെമഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരും. ഇനി ചില കുട്ടികളുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നെ ടീച്ചറിന് ഇഷ്ടമല്ല, എല്ലാ പ്രാവശ്യവും ടീച്ചർ എന്നെ മാത്രമാണ് ഇത് പറയണേ, വഴക്ക് പറയണേ, എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കണ്ട, എനിക്ക് അവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോ എപ്പോഴും ഇവര് സ്കോർ ചെയ്യുന്ന മാർക്ക് വെച്ചിട്ടായിരിക്കും പറയാ, ആ നീ സ്കൂളിൽ പഠിക്കാത്തത് നിനക്ക് ആ സ്കൂളിൽ നിനക്ക് മാർക്ക് കിട്ടുമല്ലോ നന്നായിട്ട് അറിയാം, അല്ലാണ്ട് നീ ട്രൈ ചെയ്യരുത്, നീ ട്രൈ ചെയ്യാണ്ട് നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോളാം എന്നൊക്കെ പറയും. അപ്പൊ അത് ചിലപ്പോ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസസ് കൊണ്ടും ആയിരിക്കാം ചിലപ്പോ സ്കൂളുകൾ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യം. ഓക്കെ,
അതിന്റെ ഒരു കേസ് ഒരു ഇത് പറഞ്ഞാലേ, ഒരു പെൺകുട്ടി, അപ്പൊ ആള് 6th പഠിക്കണേ. അപ്പൊ സ്കൂളിൽ പോയ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ആണല്ലോ. അപ്പൊ അത് പിന്നീടാണ് അവരത് മനസ്സിലാക്കിയത്. അപ്പൊ ആൾക്ക് കുറെ പ്രശ്നങ്ങൾ, ആൾക്ക് തന്നെ സെന്റൻസ് എഴുതാനായിട്ട് അറിയില്ല, ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് അറിയില്ല. പക്ഷെ ആളെന്ത് ചെയ്യുന്ന അറിയോ, ആള് എല്ലാ ദിവസവും ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അലാറം ഒക്കെ വെച്ചിട്ട് എണീറ്റിരുന്ന് വായിച്ചു പഠിക്കും, ബൈ ഹാർട്ടെങ്കിലും. അപ്പോഴും വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അതിന് അമ്മേനെ കൊണ്ടിട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച്, ഫോണിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ആ റെക്കോർഡ് കേട്ടിട്ട് ഇരുന്നിട്ടാണ് ആളെന്ത് ചെയ്യുക, അത് വായിക്കുക. അപ്പൊ ഏത് വേർഡാണ് ആ സൗണ്ട് ഉള്ളത്, അങ്ങനെ ആൾക്ക് ഇപ്പോഴും വായിക്കാനായിട്ടൊന്നും അറിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആളുടെ സൈഡിൽ നിന്ന് ആൾ എഫേർട്ട് ഇടുന്നുണ്ട്, അത് വീട്ടിലുള്ള ആളുകളും കാണുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ആളുടെ മുഖമൊക്കെ മാറിയിരിക്കും. അപ്പൊ ആള് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, പാട്ട് പാടും, എല്ലാത്തിനും നല്ല മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ നിന്ന് എപ്പോഴും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ വിഷമിച്ചാ വരണേ. അപ്പൊ വീട്ടില് അമ്മ ചോദിച്ചിട്ടൊന്നും ആദ്യം പറയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ചോദിച്ചപ്പോഴാണ് ആള് പറയണേ, ടീച്ചർ എപ്പോഴും എന്നെ വഴക്ക് പറയും, എന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് പറഞ്ഞു, നീ വേറെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ പോയിട്ടാണ് നീ പഠിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാണ്. പിന്നെ കുറെ വഴക്ക് പറയും, നീ കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്കും നാണക്കേടാവും എന്നൊക്കെ പറയും. അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ടീച്ചർ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു. അപ്പൊ അവർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ്സും വെച്ചു. പക്ഷെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടും ആൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാലോ, എല്ലാവരെയും നമ്മൾ എങ്ങനെയാണോ പഠിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെ അവരെ പഠിപ്പിച്ച് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ആ രീതിയിൽ തന്നെ മിസ് ചെയ്തപ്പോഴേക്കും അത് പറ്റിയില്ല. അപ്പൊ ആളുടെ പ്രശ്നം ഇത് മാത്രമല്ല, ആളുടെ ക്ലാസ്സിൽ വേറൊരു കുട്ടിയുണ്ട് ഇതുപോലെ, അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയുണ്ട് പഠിക്കാനായിട്ട്. അപ്പോ അവളും ഇതുപോലെ ടീച്ചർ വഴക്ക് പറയും. അപ്പൊ ഇവൾക്കത് വിഷമം, കാരണം ഇവളുടെ സെയിം സിറ്റുവേഷൻ അല്ലേ അവൾക്കുള്ളത്. അപ്പൊ ഇവള് ഒരുമിച്ചിരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ആൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് പറയുമ്പോഴും ടീച്ചർ പറയുന്നത് നിനക്കൊന്നും ശ്രദ്ധയില്ലാത്തതുകൊണ്ട്. അപ്പൊ ടീച്ചർ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ. അപ്പൊ ഒരു ദിവസം ടീച്ചർ, അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, പക്ഷെ ടീച്ചർ ഇങ്ങനെ മലയാളത്തിൽ പറയാണ്, നിങ്ങളൊക്കെ കാരണം നിന്റെ വീട്ടിലുള്ളവർക്കാണ് പേരുദോഷം ഉണ്ടാവുക, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പാരന്റ്സ് പോയി പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിച്ചു, അവർ ഇൻഫോം ചെയ്തു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിനുശേഷമാണ് അവര് അസസ്മെന്റ് എടുത്തത്, കുട്ടിക്ക് LDന്റെ അസസ്മെന്റ് ഒക്കെ എടുത്തത്. പിന്നെ ടീച്ചറിന്റെ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം ടീച്ചർ ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ടീച്ചർക്ക് ഇങ്ങനെ LD എന്താണെന്നുള്ള ഒരു ഐഡിയ അറിയാമെങ്കിലും അതിന്റെ ഉള്ളിൽ ആ ഡീപ്പർ സൈഡ് ഒന്നും അറിയില്ല. പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ആള് ഇവരോട് ആവാൻ തുടങ്ങി. പിന്നെ ഈ കുട്ടികളാണെങ്കിൽ 2 കുട്ടികളും റെമഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടാണ് അവർ ചെയ്തത്. അപ്പൊ ചിലപ്പോ ഇവർക്ക് എന്താ, ഈ നെഗറ്റീവ് എക്സ്പീരിയൻസസ് കാരണം ഇവർ സ്കൂളിൽ പോവാതിരിക്കും. അപ്പൊ പലപ്പോഴും അത് മടിയാണെന്ന് പറയും. അപ്പൊ അവർക്കുണ്ടായ ലേണിംഗ് ഡിസബിലിറ്റിനെ മാസ്ക് ചെയ്തിട്ട് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ, അതിലേക്ക് മാത്രമായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ വരുന്നവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഈ സെൽഫ് എസ്റ്റീം കുറയും എന്ന് പറഞ്ഞില്ലേ, അതിലുള്ളതാണ് ഒരു അക്കാഡമിക്കലി നോക്കുമ്പോൾ ഒരു കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോ എല്ലാവർക്കും റീഡിംഗ് ടെസ്റ്റ് അടുത്താണ്. അപ്പൊ റീഡിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയം പൊതുവെ ആൾക്ക് കുറച്ച് സൗണ്ടിലൊക്കെയാണ് ആള് സംസാരിക്കുക. പക്ഷെ ആളുടെ റൗണ്ട് എത്തിയപ്പോഴേക്കും ആള് ഭയങ്കര പതുക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പതുക്കെ എന്ന് വെച്ചാൽ സൗണ്ട് അത്രയും കുറച്ചിട്ടാണ് റീഡ് ചെയ്യണേ. അപ്പൊ ടീച്ചർ പറയുന്നുണ്ട്, ഒച്ചത്തിൽ വായിക്കണേ, അല്ലാത്ത സമയം നല്ല സൗണ്ടിലാണല്ലോ സംസാരിക്കണേ, ഇപ്പൊ എന്തെങ്കിലും സൗണ്ട് കുറച്ച് സംസാരിക്കണം, നീ മര്യാദ ഒച്ചത്തിൽ വായിച്ചോന്ന് പറയാം. പക്ഷെ കുട്ടി എന്നിട്ടും കേൾക്കുന്നില്ല, കുട്ടി എപ്പോഴും പതുക്കെയാണ് വായിച്ചത്, പക്ഷെ വളരെ സൗണ്ട് കുറച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർക്ക് പിന്നെയും ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് നമ്മൾ ഒരു സൈഡ് നോക്കി കഴിയുമ്പോൾ നമ്മൾ നോക്കുക, അത് അവരുടെ സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോ LDന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ സെൽഫ് എസ്റ്റീം കുറവുള്ള കുട്ടികൾ എങ്ങനെ അക്കാഡമിക്കലി കാണിക്കുമ്പോൾ അവര് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ സൗണ്ട് കുറച്ച് വായിക്കുക, പിന്നെ എന്തെങ്കിലും എഴുതാൻ പറയുന്ന സമയത്ത് അത് നമുക്ക് അറിയാൻ പറ്റും. ചിലരോട് നമ്മൾ എഴുതാൻ പറയുമ്പോഴേ, അപ്പൊ പേപ്പർ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അതിൽ എഴുതാനും സാധിക്കും, പക്ഷെ ഇവര് ഏറ്റവും ചെറിയ ഹാൻഡ് റൈറ്റിംഗിൽ എങ്ങനെ എഴുതാൻ പറ്റോ അത്രയും ചെറിയ ഹാൻഡ് റൈറ്റിംഗിലായിരിക്കും ഇവർ എഴുതുക.
അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നത് തെറ്റാണെന്ന് ആരും കാണണ്ട. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കളിയാക്കും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറയോ, ടീച്ചറിനെ വഴക്ക് പറയോ, ഇങ്ങനെയുള്ള പേടികളുണ്ടാവും. മിസ്റ്റേക്സ് പേടിയായിരിക്കും, ഫെയിലിയർ പേടിയായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസ് ആണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ സോഷ്യൽ ഒരു സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും ഇതൊരു കുട്ടിക്ക് ഉണ്ടായ ഇൻസിഡന്റ് ആണ്. അങ്ങനെ ഒരു പ്ലേസിൽ പോയപ്പോഴേക്കും എന്ന് വെച്ചാൽ അവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ പ്രാക്ടീസിന് വേണ്ടി പോയേക്കണം. ഫസ്റ്റ് ഡേ ഓഫ് പ്രാക്ടീസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആള് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യണമല്ലോ, ഏത് പാട്ട് വേണം സെലക്ട് ചെയ്യാൻ, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞു, ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്താ പറഞ്ഞത്. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ട്. ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പൊ പേര് പറഞ്ഞ സമയം ഈ പേര് ഇതിൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പൊ എല്ലാവരും ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ആൾക്ക് ഫോണിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആൾ എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം യൂട്യൂബിൽ ഓഡിയോ സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വോയിസ് സെർച്ച് ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ വോയിസ് വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ ആയിരിക്കും യൂട്യൂബ് തരാം. അപ്പൊ അതേപോലെ കുറെ പ്രാവശ്യം അങ്ങനെ തെറ്റിയാ വന്നേ. അപ്പൊ അവര് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യില്ല, നീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആളത് ടൈപ്പ് ചെയ്യാൻ പോയപ്പോ ആൾക്ക് സ്പെല്ലിംഗ് അറിയില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, അയ്യേ നീ ഇത്രയിലായിട്ട് നിനക്കത് സ്പെല്ലിംഗ് എന്താണെന്നുള്ളത് അറിയില്ലേ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് പറ്റി, പിന്നീട് അങ്ങ് പോയപ്പോഴേക്കും ആൾക്ക് ഇതുപോലെ പുറത്തു പോവാനും മറ്റും ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വിഡ്രോവൽ പോലെ. കാരണം ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കളിയാക്കലിട്ടു. അപ്പൊ ആളെന്താ പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ, ഇതുപോലെ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോ ഫസ്റ്റ് ഡേ പോവില്ല. കാരണം ഫസ്റ്റ് ഡേയിലാണല്ലോ പാട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസമായിരിക്കും പോവുക. അപ്പൊ പാട്ട് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ എനിക്ക് വേറെ പ്രശ്നമില്ലല്ലോ, ഞാൻ സെർച്ച് ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അപ്പൊ അത് ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരുന്നതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അത് എന്തുകൊണ്ട് കുറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ. ഒരു കുട്ടി അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ കളിയാക്കുന്നത്, എന്താ കാര്യം എന്നുള്ളതല്ലേ നമ്മൾ അന്വേഷിക്കണ്ടേ. പകരം ഇങ്ങനെ കളിയാക്കലുകളും കമ്പാരിസൺസും വരുന്ന സമയം നമ്മൾ ചിലപ്പോ അങ്ങനെ ഒരു ഇതിനായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അവരെത്രത്തോളം ഹേർട്ട് ആവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയാൻ പറ്റില്ല ഇപ്പൊ ഉള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കളിയാക്കുമ്പോ അവര് പിന്നീട് എന്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നേരത്തെ ഉള്ള കുട്ടികൾ അത്രയും ഇതില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ സമയം അവരുടനെ എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, സൂക്ഷിച്ച് വേണം അവരോട് സംസാരിക്കാൻ. അതുപോലെ കളിയാക്കലുകൾ മാറ്റിയിട്ട് കാര്യം എന്താണ്, അത് സാരില്ല, അത് നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അവര് ടോട്ടലി അതിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ. ഇനി ചില സമയത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നാണ് ഞാൻ കാരണം ആർക്കും ഒരു ഗുണമില്ല. ഇപ്പൊ പാരന്റ്സിന്റെ വേറൊരു ഫാമിലി ഫംഗ്ഷന് പോയപ്പോഴേ വേറെ ആന്റി അങ്കിളൊക്കെ അവരുടെ കുട്ടീനെ പറ്റി പറയാണ്, ഇവള് നന്നായിട്ട് പഠിക്കും, ഫുൾ A+ ആണ്, തന്നെ പഠിച്ചോളൂ, ഞങ്ങൾ പറയുന്നത് വേണ്ട, ക്ലാസ്സിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഇരുന്ന് പഠിക്കും, അതാണ് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ആള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ അച്ഛന്റെ തോളത്തൊക്കെ തട്ടി പറയാ, ഇനി നമ്മള് പ്രായമാകുമ്പോ ഇവര് നോക്കിക്കോളുമല്ലോ, ജോലിയൊക്കെ ചെയ്ത് ഇപ്പോഴും നന്നായി മാർക്കൊക്കെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവളുടെ ഫാദർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ആളുടെ ഉള്ളില് വരുന്ന ഒരു കാര്യമാണ്, ഓക്കെ ആ കുട്ടീനെ കൊണ്ട് പറ്റി, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ സാധാരണ ഇങ്ങനെ വരുന്ന കുട്ടികളൊക്കെ തന്നെ അങ്ങോട്ട് പറയും, ഞാൻ ട്യൂഷന് പോവാ, അല്ലെങ്കിൽ എന്നെ ട്യൂഷന് വിടോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ വേറൊരു മെത്തേഡിലാണ് അവർ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് പാരന്റ്സിന് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നേരത്തെ മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് എന്ത് പറ്റും, അവരുടെ സെൽഫ് എസ്റ്റീമിൽ പ്രശ്നങ്ങൾ വരാണ്. അതൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അവരൊരു ഫെയിലിയർ ആണെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ എന്താ മൊത്തത്തിലൊരു വെറി ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഗ്രേഡ് എങ്ങനെയായിരിക്കും വരാ, അതുപോലെ കൂട്ടുകാരെന്താ പറയാ, സ്കൂളില് വരുന്ന പേരെന്താ, ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് ഒരു ആൻസൈറ്റി പോലെ. എന്ന് വെച്ചാൽ അക്കാഡമിക് പ്രഷർ കാരണം, അല്ലെങ്കിൽ ഫെയിലിയറിനെ പേടി കാരണം, ടീച്ചേഴ്സിന്റെ പ്രഷർ കാരണം ഒക്കെ ചില കുട്ടികൾക്ക് ആൻസൈറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും, അടുത്തത് എന്താ, ഇനി എന്താ ചെയ്യാ. അപ്പൊ ചിലപ്പോ അവര് വിചാരിക്കും
ഞാന് ഇതിന്ന് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇനി എന്നെ വേറെ സ്കൂളിലാക്കില്ലേ? വേറെ സ്കൂളിലാക്കുമ്പോ അവിടെ ഞാൻ തോറ്റുപോയാ എല്ലാവരും അപ്പൊ ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരോടും ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട് ആരാവണം, എന്താവണം എന്നൊക്കെ. പക്ഷെ എന്നോട് ചോദിക്കുമ്പോ എനിക്ക് പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആള് ചില സമയത്ത് പറയും എനിക്കിങ്ങനെ ആർക്കിയോളജിസ്റ്റ് ആവണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പഠിക്കാണ്ട് കിട്ടുന്ന ജോലിയാണെങ്കിൽ ഇല്ല. അപ്പൊ അതിന് നമുക്ക് പറ്റില്ല. അപ്പൊ എനിക്കിനി ജോലിയൊന്നും കിട്ടില്ലേ? ഞാൻ ജോലിയൊന്നും കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ? ഓക്കെ, നമുക്കപ്പൊ ചില സമയത്ത് ഇവരിങ്ങനെ പറയുമ്പോ ചില ആൾക്കാർ അത് ഇങ്ങനെ തമാശയായിട്ടൊക്കെ എടുക്കും. പക്ഷെ അതിലും നമ്മൾ സീരിയസ്നെസ് കൊണ്ടുവരണം. എന്തുകൊണ്ട് അവരതങ്ങനെ പറയണേന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇനി ചില സമയത്ത് ഇപ്പൊ ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്തെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് അങ്ങനെ വയ്യാണ്ടാവുന്ന പോലെ, എന്നുവെച്ചാൽ ഒരു കൈക്കൊന്നും ഒരു ശക്തി ഇല്ല. അപ്പൊ അത്രയും നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങ് നോക്കിയപ്പോഴേക്കും എഴുതാൻ പറ്റുന്നില്ല മര്യാദക്ക്. കൈക്കൊരു ശക്തിയില്ല, പേന പിടിക്കാൻ കൂടി ശക്തി ഇല്ലാത്ത പോലെ തോന്നാ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫുള്ള് ബ്ലർ ആയിരിക്കുന്ന പോലെ തോന്നാ, അല്ലെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരാം, അല്ലെങ്കിൽ ഗ്യാസിന്റെ ഇഷ്യൂസ് വരാം. അപ്പൊ അതൊക്കെ പേടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയില്ല ഇത് പരീക്ഷ ഓർത്തിട്ടുള്ള പേടിയാണ്. ശരിയായിരിക്കാം, പരീക്ഷ ഓർത്തിട്ടുള്ള പേടി. അപ്പൊ ആ പേടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതല്ലേ കാര്യം. അപ്പൊ നമ്മള് എല്ലാരും പറയാം ആൾക്ക് പരീക്ഷയായപ്പോ, അല്ലെങ്കിൽ അവന് പരീക്ഷ ആയപ്പോഴത്തേക്ക് ഇപ്പൊ പേടി തുടങ്ങിയിട്ടുണ്ട്, ആ പേടിയുടെ പനിയാണ് വന്നേക്കണം, അല്ലെങ്കിൽ പേടി കൊണ്ട് ഇങ്ങനെ വന്നു നമ്മൾ പറയും. പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? ആ പനിക്ക് മരുന്ന് വാങ്ങി കൊടുക്കും. ആ പേടി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു? അത് ക്വസ്റ്റ്യൻ മാർക്കല്ല. പേടി മാറ്റാൻ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പനി മാറ്റാൻ മരുന്ന് വാങ്ങിക്കൊടുത്തു. പേടി മാറ്റാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം ടെസ്റ്റ് വരും, അടുത്ത പ്രാവശ്യം ഇത് തന്നെ, പിന്നെയും എക്സാം വരും, പിന്നെ ഇത് തന്നെ. അപ്പൊ നമ്മള് എന്താണോ അവരുടെ പ്രോബ്ലം അതിനെയും കൂടി ഇപ്പൊ അങ്ങനെ ടെസ്റ്റിന് മുമ്പൊക്കെ അങ്ങനെ പ്രശ്നം വരാണെങ്കിൽ അതിനാദ്യം മാറ്റാൻ നോക്കണം, അല്ലെ? അതിനാദ്യം മാറ്റാൻ നോക്കിയാലേ പിന്നീടുള്ള ടെസ്റ്റുകൾ നമുക്ക് നന്നായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സെമിനാറോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ക്ലാസ്സിൽ പറഞ്ഞേക്കാം, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ക്ലാസ്സിന് മുന്നിൽ പറയണം എന്നൊക്കെ പറയുമ്പോ ഇവരിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് ചെയ്യണം, എങ്ങനെ പറയും, ഒന്നും അറിയില്ല. അപ്പൊ പറയുമ്പോ എന്ത് പറ്റും? പറയുമ്പോ ചിലപ്പോ മാറിപ്പോവും. അപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്നേ. അപ്പൊ അവൾക്ക് എങ്ങനെയാന്ന് വെച്ചാലേ, അവൾക്ക് സെമിനാർ എടുക്കണം. അപ്പം 6th പഠിക്കണേ. സെമിനാർ എടുക്കേണ്ട ടോപ്പിക് എന്തായിരുന്നു? ഇവോപ്പറേഷൻ ആയിരുന്നു. ഇവോപ്പറേഷനും കണ്ടൻസേഷൻ ഒക്കെ ആയിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് ആള് PPT-യില് നമ്മൾ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ PPT വേറൊരാൾ ഉണ്ടാക്കി. അത് കാരണം ആൾക്ക് ഓക്കെ, PPT ഒരാൾ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഇവള് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ഒരു ടോപ്പിക്ക് തന്നെ 3 പേരാണ് എടുക്കണേ. അപ്പൊ ഇവള് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ആൾക്ക് കിട്ടുന്നില്ല. ആൾക്ക് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കണം എന്നോ, അല്ലെങ്കിൽ കുറെ കാള് ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ബൈഹാർട്ട് പഠിച്ചു വെക്കുമ്പോന്ന് വെച്ചാൽ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം അങ്ങോട്ട് വിട്ടു, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എവിടെയെങ്കിലും ആരെങ്കിലും സൈഡിൽ കൂടെ എങ്കിലും സെമിനാർ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേ ഇവർക്ക് ഉള്ളിൽ ഭയങ്കര പ്രയാസം. കാരണം ഇവർക്ക് പേടിയാ, ജഡ്ജ്മെന്റ് പേടി. എല്ലാവരും എന്തായിരിക്കും പറയാൻ പോണേ? ഞാൻ വീണ്ടും ഫെയിലിയർ ആണെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒന്നും കൂടി കാണിക്കാൻ പോവാണോ? അങ്ങനെയൊക്കെയുള്ള കുറെ ടെൻഷൻസ് അവരുണ്ടാവും. അവര് പൊതുവെ പുറത്തേക്ക് അത് കാണിക്കില്ല. പുറത്തേക്ക് അവര് പറയാ ഇതൊക്കെ എന്തിനാണ്, വല്ല നോട്ടിലും ടെക്സ്റ്റിലുള്ള സാധനം തരണ്ടേന് ഈ ടീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം, അത് ഇനി പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ ടീച്ചേഴ്സിന് എന്താ പണി? ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണേന് പകരം കുട്ടികളാണോ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ അവര് സാധാരണ പറയുന്ന ഡയലോഗ്സ്. അപ്പൊ ഇതിലൊക്കെ നമ്മള് എവിടെ ഫോക്കസ് ചെയ്യും? ഇവർ ഈ പറയുന്ന ഡയലോഗ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ ഇവരുടെ ഉള്ളിൽ എന്താ? അവർക്ക് പേടിയാ. ഇവരിതിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോ അതിൽ മിസ്റ്റേക്സ് വരുമ്പോ ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ടെൻഷൻസ് ആണ് അവരിത് പറയിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതുകൊണ്ടല്ലേന്ന് വെച്ചാൽ അവരപ്പോഴും സമ്മതിക്കില്ല. പക്ഷെ പതുക്കെ അവരൊന്ന് റാപ്പൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത്, ഇപ്പൊ പാരന്റ്സിനോട് അവര് സമ്മതിക്കല് കുറച്ചും കൂടി കുറവായിരിക്കും. പുറത്തുള്ള ഒരാളാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി പെട്ടെന്ന് റാപ്പോ ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും കുറച്ചും കൂടി ഒന്ന് മനസ്സുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ, നമുക്ക് ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോ ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലെ ആളുകളോട് പറയുന്നേക്കാളും പുറത്തുള്ള ഒരാളോട് പറയുമ്പോൾ ഒരിത്തിരി കൂടി ഒരു റിലാക്സേഷൻ കിട്ടുന്ന പോലെ ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. കാരണം വീട്ടില് അവരോട് പറയുമ്പോൾ നമുക്ക് അത്ര കംഫർട്ട് ഇല്ല. ചില കുട്ടികൾക്ക് അങ്ങനെയാ, പാരന്റ്സിനോട് പറയാനായിട്ട് ഒരു മടിയായിരിക്കും, അല്ലെങ്കിൽ അവരറിയണ്ട.
ഇപ്പൊ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, പക്ഷെ വീട്ടുകാരുടെ മുന്നിൽ കളിക്കാൻ ഒരു മടിയാണ്. അപ്പൊ ചില സമയത്ത് അങ്ങനെയാ, പുറത്തുള്ള ഒരാളായിട്ട് റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും, എന്താണ് അവരുടെ പ്രോബ്ലം എന്നുള്ളത്. പിന്നെ എന്താ, സ്ട്രെസ് കൂടുതലായിട്ട് വരും ചില കുട്ടികൾക്ക്. ഇപ്പൊ നേരത്തെ അതുപോലത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പേടിയായിരിക്കും, അല്ലെ? അതിനു വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് ഇപ്പൊ ഒരു കുട്ടി ഒരു അസംബ്ലി സമയത്ത്, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? Yes, ma'am. Okay, okay. ഓക്കെ Clear. ഓക്കെ ഓക്കെ. അപ്പോ ഒരു കുട്ടിയെ, അപ്പൊ ആളിങ്ങനെ അസംബ്ലി ആയിരുന്നു, സ്കൂൾ അസംബ്ലി ആയിരുന്നു. അപ്പൊ ന്യൂസ് വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം. അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വായിക്കേണ്ടത്. അപ്പൊ രാവിലെയാണല്ലോ നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടുക. അപ്പൊ രാവിലെ ന്യൂസ് പേപ്പർ കിട്ടുന്നു, അവര് അത് സ്കൂളിൽ കളക്ട് ചെയ്യും, അത് വായിക്കണം. അവര് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അത് വായിക്കണം. അതായിരുന്നു സംഭവം. അപ്പൊ ആള് കുറെ പറഞ്ഞതാ, ഞാൻ അസംബ്ലിക്കൊന്നും ഇല്ല. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഓരോ ക്ലാസ് വൈസും അസംബ്ലി നടത്തണം എന്നുണ്ട്. അപ്പൊ അത് കാരണം ആൾക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റിയില്ല. ടീച്ചേഴ്സ് ഒക്കെ കൂടി കമ്പൽ ചെയ്തിട്ട് അങ്ങനെയാണ് ആള് ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നത്. അപ്പൊ ആള് ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാം തെറ്റിപ്പോ. അപ്പൊ അസംബ്ലി ഇല്ലേ, സ്കൂളിൽ എല്ലാവരും ഉണ്ട്, തെറ്റിപ്പോയി, ന്യൂസ് വായിക്കാൻ സമയത്ത് തെറ്റിപ്പോയി. അപ്പൊ പ്രിൻസിപ്പൾ ഇങ്ങനെ ഈ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പ്രിൻസിപ്പൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം ഫുൾ മിസ്റ്റേക്സ് ആണ്, പിന്നെയും കുറച്ചെങ്കിലും സൈറ്റ് വേർഡ്സ് ആയിട്ടുള്ളത് വായിക്കുന്നുണ്ട്. ഇസ്, ദ, ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ആള് കറക്റ്റ് ആയിട്ട് വായിക്കുന്നുള്ളൂ. ബാക്കി അതിൽ വരുന്ന ഒരു കാര്യവും ആൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പ്രിൻസിപ്പള് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ സ്റ്റേജിലാണല്ലോ, പ്രിൻസിപ്പൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ സ്കൂൾ അസംബ്ലിയുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, വായിക്കാൻ അറിയില്ലെങ്കിൽ നീ അസംബ്ലിക്ക് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ഒന്ന് വഴക്ക് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവള് ഓൾറെഡി ഈ ക്ലാസ്സിലുള്ളവരോട് പറഞ്ഞതാണ് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവര് കമ്പൽ ചെയ്ത് വിട്ടതാണ്, ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെട്ടെന്ന് ഇവക്ക് ഓൾറെഡി ടെൻഷൻ ആണ്, അവള് ഭയങ്കരമായിട്ട് വരക്കാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ട് ആണ്, കാരണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് പ്രിൻസിപ്പൾ ചോദിക്കണം, വായിക്കാൻ അറിയില്ലെങ്കിൽ വരെടുത്ത്. കാരണം ഇത് സ്കൂൾ അസംബ്ലി ആണ്, ക്ലാസ്സിലത്തെ അല്ല. അപ്പൊ എല്ലാവരും ഇത് കേൾക്കേണ്ടവരല്ലേ എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പ്രിൻസിപ്പൾ ഇങ്ങനെ ചോദിച്ചു, എന്താ നീ ഇത് വായിക്കാത്തതെന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ആളുടെ ഇതിന്ന് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്, അതല്ലാന്നായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് വായിച്ചേനെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ സ്കൂൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം ന്യൂസ് പേപ്പർ നമുക്ക് അതാത് ദിവസമല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കളിയാക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൾ വരെ ചിരിച്ചു. കുട്ടി ഭയങ്കര സങ്കടപ്പെട്ടാണ് ക്ലാസ്സിലേക്ക് പോയത്. ക്ലാസ്സിൽ പോയ ശേഷം ടീച്ചേഴ്സ് എല്ലാവരും ഇത് പറഞ്ഞ് കളിയാക്കൽ തന്നെയായിരുന്നു. പിന്നെ ആള് കുറെ ദിവസത്തേക്ക് ക്ലാസ്സിൽ വരാണ്ടായി, ആരോടൊന്നും മിണ്ടലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് പിന്നെ പാരന്റ്സ് പ്രിൻസിപ്പളിനെ വന്ന് കണ്ട് ഇങ്ങനെ ആൾക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് അത് ഓക്കെ ചെയ്തത്. അപ്പൊ അതും എന്താ ഇതിൽ വരുന്ന കാര്യം, അപ്പൊ അവര് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്ത കാരണം അവർക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോ തന്നെ അവർ ആൻഷ്യസ് ആയി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ ജഡ്ജ്മെന്റിനെ പേടി, നമ്മൾ പറഞ്ഞ പോലെ. പിന്നെ അവര് ഇങ്ങനെ പാരന്റ്സിന്റെ അടുത്ത് നിന്നൊക്കെ വരാനും പിന്നീട് അവര് പേടിക്കാൻ തുടങ്ങി. ക്ലാസ്സിലേക്ക് വരുമ്പോ പറയും, ഒന്ന് അവിടം വരെ വരും അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് മൊത്തത്തിലേ അവർക്ക് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. ചിലപ്പോ അവര് ക്ലാസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോ കൈ പൊക്കാൻ പറയുമ്പോ ചിലപ്പോ കൈ പൊക്കാതിരിക്കുക, ഇല്ലെങ്കിൽ എപ്പോഴും അവർക്ക് ഇങ്ങനെ എന്താ സ്വെറ്റി ആയിട്ട്, പാംസ് ഒക്കെ സ്വെറ്റി ആയിട്ട് ഉണ്ടാവുക. വേറെ കണ്ടീഷൻസ് അല്ല, അതല്ലാണ്ട് ടെൻഷൻ വരുന്ന സമയത്ത്. ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുക. ചില കുട്ടികൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ എക്സ്പ്ലനേഷൻസ് തരും. ചിലപ്പോൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ കുറെ പറയും. കാരണം അവർക്ക് അങ്ങനെയെങ്കിലും ചിലരത്, വേറെ ചിലരെന്താ ടീച്ചറിനെ പറ്റിക്കാന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട്. അതല്ലാത്ത ചില കുട്ടികള് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറയും. അപ്പൊ ആ സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചും കൂടി നമ്മൾ വാച്ച് ചെയ്യണം, എത്രത്തോളം എഫേർട്ട് ആണ് അവരിടുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ ചില കുട്ടികൾക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോപ്പ്ലെസ് ഫീലിംഗ് ആയിരിക്കും, ഇനി എന്നെ കൊണ്ട് വയ്യ എന്നുള്ളതായിരിക്കും വരാം. അപ്പോ ഒരു ദിവസം ഒരു കുട്ടി വന്നു വെച്ചാൽ, നമ്മൾ ഈ ഫൈനൽ എക്സാം കഴിഞ്ഞപ്പോഴേ ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ്, എനിക്ക് അറിയാൻ പാടില്ല ചേച്ചി, എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ആള് 8th പഠിക്കണേ. എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല.
ഞാൻ കുറെ പഠിച്ചു. ഞാൻ 4 മണിക്ക് അലാറം വെച്ച് എണീറ്റിട്ടേ ഞാൻ പഠിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ഇനി ദൈവം അനുഗ്രഹിക്കാണ്ടിരിക്കണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നൊക്കെ ഇങ്ങനെ ആള് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ റിസൾട്ട് എന്നാ വരാന്ന് വെച്ചപ്പോ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോഴേക്കും വരും, ആളുടെ റിസൾട്ട് വരും. അപ്പൊ ആള് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറയാ, ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാം. പക്ഷെ നീ എന്താ ആലോചിക്കണേ, ഡെറ്റോള് വേണോ ഹാർപ്പിക്ക് വേണോ? ഞാൻ വെച്ചാൽ ഡെറ്റോളും ഹാർപ്പിക്ക് ഇപ്പൊ എന്തിനാ വെച്ചപ്പോഴേക്കും, അല്ല മാർക്ക് വരുമ്പോ ഞാൻ തോറ്റിട്ടുണ്ടാവില്ലേ, അപ്പൊ എല്ലാവരും എന്നെ വഴക്ക് പറയും, അപ്പൊ ഞാൻ ഇതങ്ങ് കൂടി കുടിച്ചിട്ട് ഞാനങ്ങ് സൂയിസൈഡ് ചെയ്യാം. അപ്പൊ ആളുടെ മൈൻഡ് സെറ്റ് എവിടം വരെ, അപ്പൊ ആള് കോമഡി ആയിട്ട് പറയാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണമല്ലോ. എന്ന് വെച്ചാൽ ആ ഒരു ഹോപ്പ്ലെസ് ഫീൽ, എനിക്ക് ഇനി പറ്റണില്ല. അപ്പൊ ആള് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പറ്റുന്നില്ല പഠിക്കാൻ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല പഠിക്കാൻ എന്നാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ വീട്ടില് പറയുന്ന സമയം വീട്ടുകാര് പറയുന്ന എന്താ, നീ മറ്റേ കുട്ടികളെ പോലെ പഠിക്കാൻ ഇരിക്കുന്നില്ല, നീ അത്രയും മണിക്കൂർ അവിടെ തന്നെ ഇരുന്ന് പഠിക്കണം, നീ അങ്ങ് എഴുന്നേറ്റ് പോകരുത്, ഒരു 3 മണിക്കൂർ അങ്ങനെ തന്നെ വാതിലടച്ച് അകത്തിരുന്ന് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആളത് ചെയ്യുന്നുണ്ട്. പക്ഷെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുള്ള, ആൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ കരുതുന്ന വലിയ ആളുകൾക്ക് മാത്രമാണ് ഈ ജോലിനെ സംബന്ധിച്ച്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, ഫാമിലി സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ കുട്ടികൾക്ക് അവരുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഈ ലേണിംഗ് ഡിസബിലിറ്റി കാരണം ഉണ്ടാകുന്നത്. കാരണം അവർക്ക് എത്ര ശ്രമിച്ചിട്ട് അവരുടെ കൂടെയുള്ള കുട്ടികളുടെ അത്രയും സ്പീഡിൽ ചിലപ്പോ ഒരു പ്രോബ്ലം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, നോട്ട്സ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, ഹാൻഡ് റൈറ്റിംഗ് പ്രോപ്പർ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് അവരെ നമ്മളൊന്ന് പ്രേസ് ചെയ്താൽ മതി. ഓ, നീ ഇത്ര സൂപ്പർ ആയിട്ടാ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോ തന്നെ അവര് ഹാപ്പിയാണ്. പിന്നെ അവർക്ക് ഇങ്ങനെ ആ ദിവസം ഫുൾ ഇങ്ങനെ എനർജറ്റിക് ആയിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇവർക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട്, എന്ന് വെച്ചാൽ നേരത്തെ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരങ്ങനെ ഷട്ട് ഡൗൺ ആവും. ഇപ്പോ ടീച്ചർ രാവിലെ പറഞ്ഞു, നീ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആയിട്ട് നീ എഴുതിയിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുറച്ചും കൂടി നീറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ നന്നായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ രാവിലെ ഈ എൻകറേജ്മെന്റ് നടന്നേ, ഉച്ചയായപ്പോഴേക്കും ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്ടിവിറ്റി ചെയ്യാൻ വന്നപ്പോഴേക്കും ഒരു ഗ്രൂപ്പിലേക്ക് ഈ കുട്ടീനെ സെലക്ട് ചെയ്തില്ല. ഈ സെലക്ട് ചെയ്യാണ്ട് വന്നപ്പോഴേക്കും അതോടുകൂടി ആളുടെ ആ രാവിലത്തെ ഹാപ്പിനെസ് അങ്ങ് പോയി. അപ്പൊ ആള് മനസ്സിൽ ഉറപ്പിച്ചു, ഓക്കെ, ഞാൻ അപ്പോ ഇങ്ങനെ പോസിറ്റീവായിട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, കാരണം എന്നെ എല്ലാവരും റിജക്ട് ചെയ്യും, ഞാൻ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നല്. ടീച്ചേഴ്സിന് എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ചില ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെച്ചാൽ, ചില കുട്ടികൾ എങ്ങനെയാ, കുട്ടികൾ വന്നിട്ട് പറയേ, എന്റെ അമ്മ പറഞ്ഞു നിന്നോട് കൂടെ ഉണ്ടാ, കാരണം നീ പഠിക്കാത്ത കുട്ടിയായത് കാരണം നിന്റെ കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവര് ശരി എന്ന് പറയും. പക്ഷെ ഉള്ളിൽ അവർക്ക് എന്തോരം വിഷമായിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മൾ സ്കൂൾ കൗൺസിലിംഗ് മേഖലയിൽ ജോലി എടുക്കുന്നവരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടികളുടെ അക്കാഡമിക് സൈഡ് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് അവരുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ അവര് സഫർ ചെയ്യുന്നത് എന്താണോ അവരുടെ പ്രശ്നം, അതിന് നമ്മൾ കൂടെ ഇരുന്ന് കേട്ട് അതിനെ മനസ്സിലാക്കി അതിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇനി ചില കുട്ടികൾ ഫേസ് ചെയ്യുന്ന മറ്റു പ്രശ്നമാണ് ഒരു ഐസൊലേഷൻ, സോഷ്യൽ ഐസൊലേഷൻ. എന്ന് വെച്ചാൽ പതുക്കെ എല്ലാ ആക്ടിവിറ്റീസിനും പിന്മാറാ, പേടി കാരണം പിന്മാറുക, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് കാരണം, ഇല്ലെങ്കിൽ മനഃപൂർവ്വം എന്ന് വെച്ചാൽ ആളായിട്ട് പിന്മാറുന്നതല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്റ്റീവ് റിജക്ഷൻ ആണ്. ആ കുട്ടി മര്യാദക്ക് വായിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ്, അങ്ങനെ അവര് ലേബൽ ചെയ്തിട്ട് ആളെ മാത്രം അങ്ങ് പുറത്താക്കുന്ന പോലെ. അങ്ങനെ ആക്കുമ്പോൾ ആൾ അനുഭവിക്കുന്ന എന്തോരം സങ്കടമാണ്. അപ്പൊ അത്രയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടന്നൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാ. അപ്പൊ ആദ്യമൊക്കെ മിക്കപ്പോഴും ഫോൺ വിളിക്കും. എന്ന് വെച്ചാൽ ഇവര് കൊറോണ ടൈമിലൊക്കെയാണ് കൂടുതൽ ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേക്കും ഇപ്പൊ ഒരു 7th പഠിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ആള് ഫെയിൽ ആവും, കാരണം ആൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അസസ്മെന്റ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആൾക്ക് എന്താണ്, എപ്പോഴും എക്സാമിനൊക്കെ മാർക്ക് കുറവാ. അപ്പൊ ഈ കൂടെയുള്ള ഫ്രണ്ട് പാസ്സായി പോകുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഓപ്പൺ ഹൗസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു ദിവസം തുടങ്ങി ഈ ഫ്രണ്ട് സംസാരിക്കാതായി. അപ്പൊ അത് ആൾക്ക് എന്താ എന്റെ ഫ്രണ്ട് എന്നോട് മിണ്ടാത്തേന്നുള്ളത്. കാരണം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്,
അപ്പൊ ആള് പറഞ്ഞ കാര്യമാണ് എന്റെ അമ്മ പറഞ്ഞത് എന്നോട് മിണ്ടണ്ടെന്നാ പറഞ്ഞേക്കണേ. കാരണം നീ പഠിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു ലേബലിംഗ് വരുന്നില്ലേ, നീ പഠിക്കുന്നില്ല, നീ പഠിക്കാത്ത കുട്ടി, അപ്പൊ നിന്റെ കൂടെ കൂടണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ അത് മൈൻഡ് ആക്കാതിരിക്കും. ചില കുട്ടികൾക്ക് ആ ഒരു ഒറ്റൊരു ടേം മതി, അവർക്ക് അതങ്ങ് ലൈഫ് ലോങ് വരെ ഇതിങ്ങനെ ആ ഒരു ലേബലിംഗ് ഇങ്ങനെ കൊണ്ടുപോയി നടക്കും. അപ്പൊ ആ സൈഡ് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണം അവര് ഓരോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ ചിലര് അഗ്രസീവ് ആയിട്ടായിരിക്കും പെരുമാറുക. അപ്പൊ അക്കാഡമിക് സ്ട്രഗിൾസ് വരുമ്പോ അവർക്ക് ഇങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അമ്മ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല മിസ്സേ എന്നൊക്കെ പറയുന്നതിന് പകരം അവരത് ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് കാണിക്കുക. ഒരു ദിവസം ഒരു കുട്ടിയെ പഠിക്കാൻ പറ്റാണ്ടായിട്ട്, എന്ന് വെച്ചാൽ ആള് പഠിക്കാൻ ഇരുത്താൻ വേണ്ടിയിട്ടാ പാരന്റ്സ് നോക്കുന്നത്. അപ്പൊ പക്ഷെ ആൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പഠിക്കാൻ പറ്റാണ്ട് വന്നപ്പോഴേക്കും ആളെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൻ ഓഫ് ആക്കിയിട്ട് വീട്ടിലത്തെ മെഴുകുതിരിയും തീപ്പെട്ടി ഇതൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇരുട്ടല്ലേ, എന്നെ പഠിപ്പിക്കില്ലല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ അത് വീട്ടുകാരൊക്കെ കൂടെ ആളെ കുറെ അടിച്ചു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്ക് പഠിക്കണ്ടായിരുന്നു. പഠിക്കണ്ടെന്ന് പറഞ്ഞ ആള് ഇത്രയും നല്ലൊരു കുട്ടി വേറെ ഇല്ല എന്ന് പറയാം. പഠിക്കാൻ പറയുമ്പോ ആൾക്ക് ദേഷ്യം. അത് ചില സബ്ജക്ട്സ് പറയുമ്പോ, ചിലത് മനസ്സിലാവാത്തത് പറയുമ്പോ, മാത്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചിലത് കാണിക്കുന്നത് വെച്ചാൽ അഗ്രസീവ് ആയിട്ടായിരിക്കും ചില സമയത്ത് അവര് കാണിക്കുക. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് കാണിക്കുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക, ഇല്ലെങ്കിൽ ചില സമയത്ത് അവോയ്ഡൻസ് ആയിരിക്കും, അവരൊരു ഡിഫൻസ് മെക്കാനിസം പോലെ കാണിക്കുക. ഞാൻ അതിനങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെ പറ്റി ചിന്തിക്കണ്ടല്ലോ, സ്കൂളിൽ ഞാൻ പോണില്ല, അപ്പൊ ആ സ്കൂളിന്റെ കാര്യം എനിക്ക് ചിന്തിക്കണ്ട, അല്ലെങ്കിൽ ടീച്ചറിനെ ഞാൻ നോക്കുന്നില്ല, ഹോംവർക്കും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ അവോയ്ഡൻസ് പോലെ അവര് മനസ്സിലൊരു മെക്കാനിസം കൊണ്ടുവരും. ചിലരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ പാരന്റ്സിന് എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ പാരന്റ്സിന് ചോദിക്കും, അമ്മ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്, അമ്മ ചെറുപ്പത്തിൽ ഇത്രയൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെയാണോ എന്നോട് പഠിക്കാൻ പറയണേ. അപ്പൊ അവരിത് പുറമെ പറയുമെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് പറയുന്നത്. ഓക്കെ. അപ്പൊ ചില സമയത്ത് ഇവര് ടീച്ചേഴ്സിനോട് ദേഷ്യപ്പെടുന്നതും കാണാം. ദേഷ്യപ്പെടുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ മിസ് എന്നോട് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ട് വരാം. അങ്ങനെയും വിളിച്ച ടീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് സങ്കടം വരാതെ, ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റ് ടീച്ചറിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചറിന് അത് പറ്റുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് നല്ല ആഗ്രഹമുണ്ട്, പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഇങ്ങനെ റെമഡിയേഷൻ കൊടുക്കണം, ആൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്കൂൾ ടൈമിൽ അത് പറ്റില്ലല്ലോ. സ്കൂൾ ടൈമിൽ നമ്മൾ ഒരേ സമയം എല്ലാ കുട്ടികളെ നോക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് ആ ഒരു കുട്ടിക്ക് എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ വേ എന്താണോ അതിലൂടെ പഠിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതിന് നമുക്ക് എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈം കിട്ടുകയാണെങ്കിലും ഓക്കെ. അപ്പോൾ ചില സമയത്ത് ടീച്ചേഴ്സിനും അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കത് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പ്രോബ്ലംസ് ചില ടീച്ചേഴ്സിനും കാണിക്കുന്നുണ്ട്. അപ്പൊ അതും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. പിന്നെ ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും. പറഞ്ഞ പാരന്റ്സിൽ നിന്നും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പ്രഷർ ആകുമ്പോഴേക്കും അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പ്രഷർ കാരണം ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുട്ടി ഒരു പ്രൊജക്ട് എഴുതിയിട്ട് അത് മൊത്തം വെട്ടി പിന്നെ ഒരു പ്രാവശ്യം എഴുതി, അങ്ങനെ ആള് 4 പ്രാവശ്യമാണ് സെയിം അസൈൻമെന്റ് ചെയ്തത്. കാരണം എന്താന്ന് വെച്ചാൽ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതണം എന്നുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തപ്പോ 4 പ്രാവശ്യമാണ് ആ കുട്ടി അത് എഴുതിയത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില കുട്ടികൾ വിചാരിക്കും ഇനി എന്തൊക്കെ ഞാൻ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അപ്പോ ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും അത് പോയിന്റ്ലെസ് ആണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അപ്പൊ ഞാൻ ഇനി ട്രൈ ചെയ്യുന്നില്ല. പഠിക്കണോ, ഞാൻ പഠിക്കില്ല. എക്സാം എഴുതണോ, ഞാൻ എഴുതില്ല. പ്രൊജക്ട് ചെയ്യണോ, ഹോംവർക്ക് ചെയ്യണോ, ഒന്നും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടും ഇതിനൊന്നും എനിക്ക് കിട്ടുന്നില്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താലും എന്നെ മറ്റുള്ളവർ റിജക്ട് ചെയ്യുക, പിന്നെ ഞാൻ എന്തിനാ ചെയ്യണേ നല്ലൊരു ഫീൽ ആയിരിക്കും ചില സമയത്ത് അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ അവര് ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ, അവരുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ ഈ ഒരു ഇമോഷണൽ ചാലഞ്ചസ് അവർ ഫേസ് ചെയ്ത് നമുക്ക് കുറക്കാൻ പറ്റും അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളിയാക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളുടെ പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഓരോ എഫേർട്ടിനെയും പ്രേസ് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഔട്ട്കം നമ്മൾ നോക്കണ്ട, ഔട്ട്കം ചിലപ്പോ അത്രയ്ക്ക് കറക്റ്റ് ആണോന്നൊന്നും ഇല്ല, പക്ഷെ അവരെടുക്കുന്ന ആ എഫേർട്ട് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ കുട്ടി എക്സാം എഴുതിയപ്പോ മാർക്ക് കുറവാണ് കിട്ടുന്നത്, പക്ഷെ
ആള് കറക്റ്റ് 5 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് പഠിക്കുക. എഫേർട്ടിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ബ്രേസ് ചെയ്യുക. അതുപോലെ ചെറിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഒരു ചെറിയ ഇപ്പോ ചെറുതായിട്ടൊരു ഹാൻഡ് റൈറ്റിംഗിലെ വ്യത്യാസം വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. നെഗറ്റീവ് ലേബിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. കുട്ടി ഇങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ഒരു ഫിയർ ഇല്ലാതെ പറയാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കണം. ടീച്ചേഴ്സ് ആണെങ്കിലും ഇനിയുള്ള അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടാവണം, എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതെനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിന് ഹെൽപ്പ് വേണം എന്നുള്ളത് അവര് നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് ആ പേടി ഉണ്ടെങ്കിൽ അത് അവരോട് പുറത്തേക്ക് പറയാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കാം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, പാരന്റ്സ് ആണെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എൻഷുർ ചെയ്യുക. അതല്ലാന്നാണെങ്കിൽ നമ്മളോട് പറയുന്നില്ല, പക്ഷെ അവരുടെ ഒരു ഫേവറേറ്റ് കസിനോട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കസിനോട് നമ്മൾ ചോദിക്കുക, ആൾക്ക് സ്കൂളിൽ പഠന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ആ കസിനോട് നമ്മൾ ചോദിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ആളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴും ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു കാര്യം പഠിപ്പിക്കണമെങ്കിലും നമ്മൾ ഈ ബേസിക് ഒന്നും പഠിപ്പിക്കാതെ, ബേസ് ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതൊന്ന് എഴുതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഒറ്റൊരു പാരഗ്രാഫ് ഈ ടോപ്പിക്കിന് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് അത് പറ്റുമോ? പറ്റില്ല. കാരണം അവർക്ക് ആ ബേസ് ഇല്ല. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ നമുക്കൊരു കാര്യം അവരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഏറ്റവും സ്മോൾ ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നോരോന്നേ ആയിട്ട് വേണം നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ. പിന്നെ ലേണിംഗ്, പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുക, അത് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. അവർക്ക് ആൻസൈറ്റി, കുറെ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആൻഷ്യസ് തോട്ട്സ് ഉണ്ടാവാം, സങ്കടത്തിൽ പോയിട്ടുണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. ഇതിനൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. എന്താണെന്നോ ആ ഒരു കാര്യത്തിലേക്ക് ഇവരെ നയിച്ച ആ ഒരു കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മിക്ക കാര്യങ്ങളും ടോക്കിങ്ങിലൂടെയാണ് കൂടുതലും മാറുക. അപ്പൊ എന്താണോ അവരുടെ പ്രശ്നം അതനുസരിച്ച് അവരോട് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങാം. എന്താണ് അവരുടെ പ്രോബ്ലം? പഠിക്കാനാണ് പ്രോബ്ലം എങ്കിൽ ഓക്കെ, പഠിക്കാനല്ല പ്രോബ്ലം, സാരില്ല, നമുക്കത് ഓരോന്നായിട്ട് നമുക്കത് ഓക്കെ ആക്കി എടുക്കാം. അപ്പൊ ട്യൂഷന് അവര് ഇങ്ങോട്ട് ട്യൂഷന് പോകാനായിട്ട് പറയുമ്പോൾ നമ്മള് അന്വേഷിക്കുക എന്താണ് ശരിക്കുമുള്ള പ്രശ്നം. ട്യൂഷന് പോകാനാണെങ്കിൽ ഇപ്പൊ ചില കുട്ടികൾ കമ്പനി അടിക്കാൻ വേണ്ടി പോകും, അങ്ങനെയല്ല. അതല്ലാണ്ട് നമ്മൾ എൽ ഡി സൈഡ് നോക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവർക്കൊരു സപ്പോർട്ട് വേണം എന്നാണെങ്കിൽ നമ്മൾ അത് എൽ ഡി ആണോ അല്ലേ എന്നുള്ളത് ഫസ്റ്റ് അസസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ട്യൂഷൻ ആക്കണോ അല്ലെങ്കിൽ നമ്മളൊരു റെമഡിയൽ ട്രെയിനറിന്റെ അടുത്ത് ആക്കണോ എന്നുള്ളത് നമ്മൾ നോക്കുക. കാരണം അവർക്ക് എപ്പോഴും നമ്മൾ 1-to-1 ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവരായിട്ടൊരു ഇന്റർഫിയറൻസ് വരുമ്പോഴാണ് കൂടുതലും റിസൾട്ട് കാണുന്നത്. ഗ്രൂപ്പിനെക്കാളും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ ആ കുട്ടി എന്ത് സയൻസ് കാണിച്ചാലും സ്കൂളിൽ പഠന റിലേറ്റഡ് ആയിട്ട് ബിഹേവിയറൽ ആയിട്ടുള്ള എന്തെങ്കിലോ അല്ലെങ്കിൽ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്, സോറി. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏത് കുട്ടിയാണെങ്കിലും അവർക്ക് ഇപ്പോ പഠനത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് തന്നെ അസസ് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ആദ്യമേ അസസ് ചെയ്ത് നോക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് വരുമ്പോഴേക്കും ചിലപ്പോൾ പ്രോബ്ലംസ് വരും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോഡിൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാ, അല്ലെങ്കിൽ ഇപ്പൊ ചില സമയത്തെ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങി ഇവരുടെ കയ്യിൽ പൈസയും കൊടുത്തു വിട്ട് കഴിയുമ്പോൾ
പൈസ ചിലപ്പോൾ കൂടുതൽ അവിടെ കൊടുത്തിട്ട് വരും. ചിലപ്പോൾ ബാലൻസ് എന്നാൽ ചിലപ്പോൾ അവർക്ക് വാങ്ങിക്കാണ്ട് വരും. കാരണം എന്താ, അവർക്ക് എത്രത്തോളം എന്തോരം പൈസയാണ് ആയത്, എങ്ങനെയാണ് ചേഞ്ച് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺസ് ഒരിക്കലും ചെയ്യരുത്. ഇവരെ നമ്മൾ മറ്റു കുട്ടികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ചിലപ്പോഴേ പാരന്റ്സ് വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, അവർ അസസ് ചെയ്യില്ല. LD ഉള്ള കുട്ടികളെ ചിലപ്പോൾ അസസ്മെന്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റെമഡിയേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അവര് കരുതും സാരില്ല, അത് ആള് വലുതാവുമ്പോ അതങ്ങ് മാറിപ്പോയിക്കോളും, പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെ സാധാരണയായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അല്ല, അതൊരു കണ്ടീഷനാണ്. അപ്പൊ അതിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ടുള്ളതാണെന്നുള്ളത് നമുക്കറിയാവുന്ന പാരന്റ്സിനൊക്കെ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു ഇന്റർവെൻഷനും ട്രൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പതുക്കെ പതുക്കെ വേഴ്സൺ ആവാനേ തുടങ്ങുള്ളൂ. ഇപ്പൊ 4ാം ക്ലാസ്സിലായപ്പോ വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല, കാരണം ടീച്ചർ അധികം കംപ്ലൈന്റ്സ് പറഞ്ഞിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ആ കുട്ടി 8th-ലാകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോ എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണിഷ് ചെയ്യുന്ന കാര്യം തന്നെ, അവർക്ക് പുവർ പെർഫോമൻസ് ചെയ്യുമ്പോൾ പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് ആ പുവർ പെർഫോമൻസ് വന്നു എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാറ്റിയിട്ട് അവരുടെ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ചില കുട്ടികൾ പറയും എനിക്ക് ഒട്ടും മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25-ൽ നേരത്തെ 1 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പൊ ചിലപ്പോൾ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ 2 മാർക്ക് കിട്ടിയെങ്കിൽ 1-ന്ന് 2 മാർക്കിലേക്കല്ലേ വന്നേ. അവര് വേറൊരു ഹെൽപ്പ് ഇല്ല. കാരണം അവർക്കേ അവരുടെ അവസ്ഥ അറിയുള്ളൂ. നമ്മൾ പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക. പിന്നെ ഓവർ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക. എന്നുവെച്ചാ നമുക്ക് പാരന്റ്സിന് ചിലപ്പോൾ തോന്നും എന്റെ കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എന്നാ പിന്നെ ഞാൻ ആളെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പാരന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എഴുതുന്ന സമയത്ത് എഴുതി കൊടുക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും പാരന്റ് ഇങ്ങനെ മുമ്പിൽ നിൽക്കും. എന്ന് വെച്ചാൽ ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ കുട്ടി എല്ലാവരുടെ മുന്നിൽ കളിയാക്കൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ചെയ്യാനുള്ളതൊക്കെ തന്നെ ഈ പാരന്റ് ആയിരിക്കും ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അവരാ ചാലഞ്ചസ് അതിൽ നിന്നൊക്കെ ഇവരിങ്ങനെ ഷീൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയും അവർക്ക് പ്രശ്നങ്ങൾ വരും. അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ അവർക്ക് വേണ്ട ഇന്റർവെൻഷൻ അവരിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ അവരോട് നമ്മൾ പറയേണ്ട ഒത്തിരി കാര്യമുള്ളൂ, ഇത് നിനക്ക് കിട്ടിയില്ല, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിഫറെന്റ് വേയിൽ നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ റെമഡിയേഷൻ വരുമ്പോഴും പറയുന്ന കാര്യം, നീ പഠിക്കുന്നുണ്ട്, നിനക്ക് ടീച്ചർ നിന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ല, ഓക്കെ സാരില്ല പോട്ടെ, നമുക്ക് വേറൊരു വഴിയിലൂടെ പഠിക്കാൻ നോക്കിയാലോ. അത്രേ ഉള്ളൂ. ഡിഫറെന്റ് വേയിൽ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ സക്സസ് ആവുകയാണെങ്കിൽ നീ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ല നിനക്ക് ഇവിടെ വന്നിട്ട് ബോർ അടിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ട എന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ പറയാം. പക്ഷെ ആ ഡിഫറെന്റ് വേ, അവരുടെ വേ എന്താണെന്നുള്ളത് അസസ് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവരത് കറക്റ്റ് ആയിട്ട് അവരുടെ അക്കാഡമിക്സിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും അത് കാണിക്കാനായിട്ട് തുടങ്ങും. ഒരു കുട്ടിയെ ആളെപ്പോ നോക്കിയാലും എഴുതുമ്പോ ഡിസ്ഗ്രാഫിയാണ്, ചെറിയ കുട്ടിയാ, എപ്പോ എഴുതിയാലും ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുട്ടിച്ച് എഴുതുള്ളൂ. ആൽഫബറ്റ്സും ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്താലും സെന്റൻസ് ചെയ്താലൊക്കെ എല്ലാം ഒരു സ്പേസും ഇടാണ്ടാണ് ആൾ എഴുതിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എത്ര എഴുതിയിട്ട് ശരിയാവുന്നില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയപ്പോഴേ ഈ എയും ബിയും തൊട്ടടുത്ത് ഇങ്ങനെ അത്രയും മുട്ടിച്ചായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ നിന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നാ നിനക്ക് എങ്ങനെ ഉണ്ടാവും, നീ ഇവിടെ ഇരിക്കുക, അപ്പൊ ഞാൻ നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടിയിരിക്കുമ്പോ നിനക്ക് മര്യാദക്ക് നിന്റെ കൈയും കാലൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലല്ലോ. നിനക്ക് കുറച്ച് ശ്വാസമൊക്കെ, നിനക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ നിനക്കാവാം. അപ്പൊ നീ എഴുതുന്ന അക്ഷരങ്ങൾക്ക് വേണ്ടേ, നീ എഴുതുമ്പോ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ അത് വിചാരിക്കുന്നുണ്ടാവില്ലേ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ. അപ്പൊ നീ കുറച്ചെങ്കിലും ആ അക്ഷരത്തിന്റെ കാര്യം കൂടി ഒന്ന് നോക്ക്. ജസ്റ്റ് ഇത്രേ പറഞ്ഞോളൂ. പിന്നെ അവൻ അന്ന് മുതൽ ഇന്ന് വരെ എഴുതിയേക്കുന്ന എല്ലാ നോട്ട്സും കറക്റ്റ് സ്പേസ് വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മതി, അതിന്നും എന്താവാറുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് അവർ മാറുന്നുണ്ട്. അപ്പൊ ആ വേ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞതൊക്കെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് ഇന്ന് പറയാനായിട്ടുണ്ടായിരുന്നേ. അപ്പൊ മെയിൻലി നമ്മൾ എന്ത് ചെയ്യുക, അക്കാഡമിക് സൈഡ് മാത്രമല്ല, അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടികള് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, അതിന്റെ കോസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. പുറമേ ഉള്ള കളിയാക്കലുകളും കമ്പാരിസൺസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള എന്താണോ അതെടുക്കുക. കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ LDയുടെ സിംറ്റംസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു അസസ്മെന്റ് എടുക്കുക. അതുപോലെ അവർക്ക് വേണ്ട റെമഡിയേഷൻസ് കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് ഒരു ചെറിയ ചേഞ്ച് എങ്കിലും, ഇപ്പോ ഇത് അറ്റൻഡ് ചെയ്യുന്ന റെമഡീറ്റേഴ്സ് ഉണ്ടാവാം, കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സും നമുക്ക് ആ കുട്ടിയുടെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ഏത് കുട്ടികൾക്കാണെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അവരിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരത് കാണുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ്, അവർക്കും അത് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ആ ചോദിച്ചു. ഞാനേ ഇപ്പോഴാണ് ജോയിൻ ചെയ്യണേ. ഫുൾ ആ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡിംഗ് ഉണ്ടാവോ? റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങളുടെ യൂട്യൂബിൽ അത് നോക്കിയാൽ കിട്ടുമായിരിക്കും അല്ലേ? വിംബിൾ അക്കാഡമി. കിട്ടും. ഓക്കെ ഓക്കെ, ഇന്ന് തന്നെ കിട്ടുണ്ടാവും അല്ലേ? എന്തോ? ഇന്ന് തന്നെ ഉണ്ടാവോ അത്? ഇന്നും അല്ലെങ്കിൽ നാളെ ഓക്കെ രാവിലെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം മനസ്സിലായി, സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇത് കേട്ടത്. എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നതെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ, ഒരു ഡൗട്ട്. നമ്മള് ഈ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിൽ നമുക്കത് മനസ്സിലായില്ല, വലിയ അങ്ങനെ എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല. അക്കോർഡിംഗ് ടു ഏജ് നമ്മൾ ഇത് മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അതെ. താങ്ക് യു മാം. മാം പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു, അപ്പം നമുക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ട്. താങ്ക് യു. നമ്മൾ SDQ വഴിയല്ലേ ഇത് കണ്ടെത്തേണ്ടത്? കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ സെഷൻ വളരെ മനോഹരമായിട്ട് മാം ലീഡ് ചെയ്തു. നമ്മുടെ അക്കാദമിയുടെ കീഴിലായിട്ട് മാമിന്റെ കീഴിലായിട്ട് തന്നെ മാമിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 1 month നമുക്ക് കോഴ്സാണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു കുട്ടീനെ നിങ്ങൾക്ക് നൽകും. അതിനുശേഷം ആ കുട്ടിക്ക് നിങ്ങൾ അസസ്മെന്റ് എടുക്കുകയും ആ കുട്ടിക്ക് 10 ദിവസത്തെ റെമഡിയേഷൻ കൊടുക്കാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ആ രീതിയിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ നൽകുകയും നിങ്ങൾ അതിലേക്ക് ഏബിൾ ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കേവലം തിയറി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു കുട്ടിയെ അസൈൻ ചെയ്ത് നൽകുകയും ആ കുട്ടിക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾ അസസ്മെന്റ് എടുക്കുകയും അത് ആ കുട്ടിക്ക് 10 ദിവസം LD ആണെങ്കിൽ, ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന അസസ്മെന്റിലൂടെ നിങ്ങൾക്ക് പിന്നെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10 ദിവസം നിങ്ങൾ സൗജന്യമായിട്ട് ആ കുട്ടിക്ക് റെമഡിയേഷൻ കൊടുക്കും. നമ്മൾ 4 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ബാച്ച് April 7th മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 10 ദിവസത്തെ സൂം സെഷനും അതേപോലെ തന്നെ 20 ദിവസത്തെ ആക്ടിവിറ്റികളും ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ ഒരു 10 ദിവസത്തെ റെമഡിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് കോഴ്സ് കഴിയുമ്പോഴേക്കും
എങ്ങനെ ഒരു കുട്ടീനെ LD അസസ്മെന്റ് എടുക്കുകയും റെമഡിയേഷൻ നൽകുകയും ചെയ്യുക എന്നുള്ള ഒരു കൃത്യമായിട്ട് ഐഡിയ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കും. പലപ്പോഴും പല ആളുകളും ഡിപ്ലോമ കോഴ്സുകൾ പോലും ചെയ്തിട്ട് അവർക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ അസസ് ചെയ്യുക അല്ലെങ്കിൽ റെമഡിയേഷൻ കൊടുക്കുക എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താത്ത പലരും നമ്മുടെ കോഴ്സിലേക്ക് വന്ന് ഒരു കോൺഫിഡന്റ് ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. April 7th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2500 ആണ് അതിന്റെ ഫീ വരുന്നത്. നമ്മുടെ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഈ സെഷൻ ലീഡ് ചെയ്ത വർഷ മാമിന് സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വെബിനാർ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Thank you.